ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ എല്ലാവരുടെയും BCCI സീനിയർ പുരുഷ ടീമിനായുള്ള 2024-25 സീസണിലെ വാർഷിക കരാറുകൾ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ആർക്കൊക്കെയാണ് ഇത്തവണ വാർഷിക കരാറിൽ പ്രഖ്യാപനത്തിലൂടെ തന്നെ പൈസ ലഭിക്കുക എന്നതായിരുന്നു പിന്നീട് എല്ലാവരും നോക്കിയ ഒരു കാര്യം. അതിലെല്ലാവരും തിരഞ്ഞ, പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരെല്ലാവരും തിരഞ്ഞ ഒരു പേരായിരുന്നു സഞ്ജു സാംസണിന്റേത്. 2024 ഒക്ടോബർ 1 മുതൽ 2025 സെപ്റ്റംബർ 30 വരെ കാലയളവിലേക്കാണ് പുതിയ കരാറുകൾ പ്രാബല്യത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നു. ഒന്ന്, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായ ഗ്രേഡ് A+ മുൻനിര താരങ്ങളുടെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന ഗ്രേഡ് A+, അതായത് 7 കോടി രൂപ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും, പേസ് ബൗളിംഗിലെ കുന്തമുന ജസ്പ്രീത് ബുംറയ്ക്കും സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കുമാണ് തുടരുന്നത്. രോഹിത്തും കോഹ്ലിയും അടുത്തിടെ T20 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കരാർ പുതുക്കുന്നതിനുള്ള മൂല്യനിർണ്ണയ കാലയളവിൽ ഒക്ടോബർ 2023 സെപ്റ്റംബർ 24 ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ ഇവരുടെ പ്രകടനങ്ങളും ടീമിന് നൽകിയ സംഭാവനകളും വളരെ വലുതായിരുന്നു. ഇത് കണക്കിലെടുത്ത് തന്നെയാണ് BCCI ഇവരെ ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. ബുംറയുടെയും ജഡേജയുടെയും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ എല്ലാ ഫോർമാറ്റുകളിലും ടീമിനെ ഒഴിച്ചുകൂടാനാവാത്തതെന്നതും A+ ഗ്രേഡ് നിലനിർത്താൻ കാരണമായി.